ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മേരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമുക്ക് ന്യൂ ഇയർ ഒക്കെ വരികയാണ്. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ പലരും വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള പ്ലാനിലൊക്കെ ഉണ്ടാവും, പലർക്കും ഉണ്ടാവും. അടുത്ത വർഷം ഒന്നുകൂടെ ബെറ്റർ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒരുപാട് പേര് പിന്നെ അതിനുവേണ്ടി റെഡി ആയിട്ടുണ്ടാവും. സോ അവർക്കൊക്കെ വേണ്ടി ഇന്ന് നമ്മളെ ഡയറ്റ് പറയണത് ഒരു സെയിം ലൈക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ഡയറ്റ് പോലെ തന്നെ ഉള്ളൊരു ഡയറ്റ് പ്ലാനാണ്. ഞാനൊരു ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ബട്ട് 8 hours ഫീഡിങ് അങ്ങനെ സെയിം ലൈക്ക് ഇൻ്റർമീഡിയറ്റ് തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഡയറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ 15 days കൊണ്ട്, അതായത് 15 ദിവസം കൊണ്ട് നമ്മൾ 10 കിലോ കുറയ്ക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത്രയും ക്രാഷ് ഡയറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇനി അടുത്ത വർഷം 2024 നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഒരു 10 to 10 kg ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ക്രാഷ് ഡയറ്റിൽ പോകുമ്പോൾ മെയിൻ നമുക്ക് എന്താ പറയുക, കുറച്ച് ഹാർഡാണ്. ഓക്കെ, ഇത് മെൻ്റലി നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് തെളിയിക്കുന്ന ഒരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്ക് ആർക്കും സമയമില്ല. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ആർക്കും സമയമല്ല. എല്ലാവരും ഓരോ പർപ്പസിന് വേണ്ടി വെയിറ്റ് കുറയ്ക്കുന്നവരാണ്. ഇപ്പോൾ പറയാം, അടുത്ത മാസം ഒരു കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ട്, പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെ ചിന്തിക്കുന്നവരാണ് പലരും. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ആണ് ഈ ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. ഈ ഡയറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഇൻ്റർമീഡിയറ്റ് മോഡൽ മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ 0 carbohydrate ആണ്, 0 carbs. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു 15 ദിവസം കൊണ്ട് 10 കിലോ ഒക്കെ പോസിബിളാണ്. കാരണം ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പലരും ചോദിക്കാറുണ്ട്, നമ്മൾ അത്രയും കുറച്ചിട്ട് നോർമലിലേക്ക് പോകുമ്പോൾ വെയിറ്റ് കൂടില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 0 carbsൽ പോയി, അത് കഴിഞ്ഞ് നമ്മൾ 15 days കംപ്ലീറ്റ് ആയി, അടുത്ത ദിവസം നമ്മൾ നോർമലിലേക്ക് പോകാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ വളരെ കുറച്ചായിട്ട് 0 carb ആണ്. അപ്പോൾ നിങ്ങൾ അടുത്ത സെഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 50 gram റൈസ് ആഡ് ചെയ്യുക ഫുഡിൽ. അതേപോലെ ക്വാണ്ടിറ്റിയിൽ, അതേപോലെ ക്വാളിറ്റി ഫുഡ് കഴിക്കുക. അതേപോലെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. ഒരുപാട് ഫുഡ് കഴിക്കാണ്ട് ഒരു ലിമിറ്റ് വെച്ചിട്ട് കഴിക്കുക, ക്വാണ്ടിറ്റി. അതേപോലെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത്, നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഫാറ്റി, അതായത് ഹെൽത്ത് ഫാറ്റ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. അത് വളരെ കുറച്ചായിട്ട് ഉൾപ്പെടുത്തുക. അതേപോലെ സ്പ്ലിറ്റായിട്ട് കഴിക്കുക. ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവലി കുറഞ്ഞു വരുള്ളൂ, വെയിറ്റ് വീണ്ടും പഴയ പോലെ ആവത്തില്ല. അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വർക്കൗട്ട് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് കൂടുതലായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വർക്കൗട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡംബിളൊക്കെ ഉപയോഗിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസുകൾ ചെയ്യുക. ജിമ്മിൽ പോകുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ കാർഡിയോയും ചെയ്യുക. വെറും ഒരു കാർഡിയോയിൽ മാത്രം ഒതുക്കാണ്ട് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് മസ്റ്റായിട്ട് ചെയ്യുക. വെയിറ്റ് ട്രെയിനിങ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് മെൻ്റൽ ഹെൽത്തിനും, അതേപോലെ കാർഡിയോ വാസ്കുലാരിറ്റി, അതേപോലെ നമ്മളെ ബോൺ ഹെൽത്തിനും എല്ലാത്തിനും വളരെയധികം വെയിറ്റ് ട്രെയിനിങ് സഹായകരമാവും. മെയിനായിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയുക, ധൈര്യമൊക്കെ വരാണ്ട് എന്തും നേരിടാനുള്ള ഒരു കരുത്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെ ഡയറ്റിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം അങ്ങോട്ടും മാറ്റാതെ ഒന്നും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഒരു 8 hours ഫീഡിങ് ടൈമും 16 hours നിങ്ങൾ ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫാസ്റ്റിംഗ് ടൈമിൽ നമുക്ക് കട്ടൻ ചായ കുടിക്കാം, പാൽ ഉപയോഗിക്കേണ്ട നിങ്ങൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവാനുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഡയറി പ്രൊഡക്റ്റൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കട്ടൻ ചായ കുടിക്കാം, അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാം, ഒന്നും കുഴപ്പമില്ല. ഓക്കെ, ബാക്കിയുള്ള ഫുഡുകൾ നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. ഞാൻ ഈ പറയുന്ന സമയം മാത്രമേ
ഈ ഒരു ടൈം രീതിയുമാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഓവർ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പലർക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്, അസിഡിറ്റി പ്രോബ്ലമൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം കുറച്ചുകൂടെ ബെറ്റർ ടൈമാണ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റിട്ട് ഒരു 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഡേ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്യുക. ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ടൈമായിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക, കോച്ച് ഷഫീഖ് എന്നാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു 9 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ടിങ് 9 മണിക്ക് നിങ്ങൾ ചിയ സീഡ് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് നിങ്ങൾ സോക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് വെറും വയറ്റിൽ കുടിക്കുക. അതിൻ്റെ ഒരു വെള്ളം ഞാനൊരു വാട്ടർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം, കുഴപ്പമില്ല. ചിയ സീഡ് നിങ്ങൾ അതിൽ ലെമൺ ആഡ് ചെയ്യാം, ഒരു ടേബിൾ സ്പൂൺ ഹണിയും ആഡ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ വെറും വയറ്റിൽ ഒരു 9 മണിക്ക് കഴിക്കുക. നമ്മൾ ഫസ്റ്റ് മീൽ നമ്മൾ പറയുന്നത് 10 മണിക്കാണ്. 10 മണിക്കാണ് നമ്മൾ ഫസ്റ്റ് മീൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 10 മണിക്ക് നിങ്ങൾ കഴിക്കേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 എഗ്ഗിൻ്റെ ഓംപ്ലേറ്റ് ആണ്. അതായത് ഓംപ്ലേറ്റ് അല്ലെങ്കിൽ ബോയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഫുൾ എഗ്ഗാണ് ഞാൻ പറയുന്നത്. 2 എഗ്ഗ്. ഇപ്പോൾ പലർക്കും എഗ്ഗ് വെറും വയറ്റിലൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 30 ഗ്രാം ഓട്സ്. ഇപ്പോൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 30 ഗ്രാം ഓട്സ് വെള്ളത്തിൽ ബോയിൽ ചെയ്യുക. ഇപ്പോൾ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു 40 to 50 ഗ്രാം വരെ നിങ്ങൾ ഓട്സ് എടുക്കുക, അതും വെള്ളത്തിൽ പാകം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മീൽ നമ്മൾ 10 മണിക്ക് നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ ഇനി രണ്ടാമത്തെ മീൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഒരു മിഡ് സ്നാക്കായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് 12 മണിക്കാണ്. അപ്പോൾ 12 മണിക്ക് നിങ്ങൾ കഴിക്കേണ്ടത് ഒരു പഴം, റോബസ്റ്റ പഴം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ച്. ഓക്കെ, ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വെജിറ്റബിൾ സലാഡ് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങളൊരു ഗ്രീൻ ടീ കൂടെ കഴിക്കുക. ഗ്രീൻ ടീ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ലെമൺ ടീ എന്തെങ്കിലും ആഡ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ 12 മണിക്ക് നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 മണിക്ക് നിങ്ങൾ ലഞ്ച്, 2 മണിക്കാണ് നമ്മൾ ലഞ്ച് കഴിക്കേണ്ടത്. അപ്പോൾ ലഞ്ചിന് നിങ്ങൾ കഴിക്കേണ്ടത് ചിക്കനോ ഫിഷോ, ചിക്കൻ ബ്രസ്റ്റോ അല്ലെങ്കിൽ ഫിഷോ. ഒരു ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 75 ഗ്രാം എടുക്കുക. ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 100 to 150 ഗ്രാം വരെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഈ 2 ഓപ്ഷനാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ ചിക്കൻ എങ്ങനെ കഴിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ നിങ്ങൾക്ക് ജസ്റ്റ് കറിയായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഗ്രില്ല് ചെയ്യുക എന്തെങ്കിലും ചെയ്യുക. ജസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ എടുക്കാൻ പാടുള്ളൂ ഓയിൽ എടുക്കുമ്പോൾ. കോക്കനട്ട് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കൂടെ നിങ്ങൾ സലാഡ്സ് മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം. സലാഡിൽ കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ്, ബ്രൊക്കോളി, ബീട്രൂട്ട്, ഒനിയൻ, ടൊമാറ്റോ, അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ബോൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം, മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. കാരണം നമുക്ക് ഈ ഡയറ്റ്, ഇങ്ങനത്തെ ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ സലാഡ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നോൺ വെജ് കഴിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ ഗ്രീൻ ഗ്രാം, ചെറുപയർ, അല്ലാന്നുണ്ടെങ്കിൽ ചന, അല്ലെങ്കിൽ കിഡ്നി ബീൻസ്, ഈ 3 ഓപ്ഷന് നിങ്ങൾ ഒരു പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ആഡ് ചെയ്യുക. അപ്പം ഈ ക്വാണ്ടിറ്റി എങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനിലൊക്കെ ഫുഡ് സ്കെയിലൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനെ നോക്കുക, അത് കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മെഷർ ചെയ്യുക. ഓട്സ് മാത്രം നിങ്ങൾ ബിഫോർ കുക്ക് മെഷർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഓട്സ് കുക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങൾ 2 മണിക്ക് ലഞ്ചായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ 2 മണിക്കുള്ള ഫുഡ് കഴിഞ്ഞ് ഇനി നമുക്ക് 4 മണിക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. 4 മണിയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 ആൽമണ്ട്സും 2 വാൾനട്ട്സ്. ഇനിയിപ്പോൾ ഇതും മേടിക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡ് എന്തെങ്കിലും കഴിച്ചാലും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഹെൽത്തി ഫാറ്റ് നിർബന്ധമായിട്ടും വേണം ബോഡിയിലേക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് ഗ്രീൻ ടീ, അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി ഏതെങ്കിലും ഒന്ന്. നിങ്ങൾ ഗ്രീൻ ടീ ആണ് കുറച്ചുകൂടെ നല്ലത്. ഗ്രീൻ ടീ നമ്മൾ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും, പെട്ടെന്ന് വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്ഫുള്ളാവും. ഓക്കെ, അപ്പോൾ 4 മണിയാകുമ്പോൾ അത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4:30, 4:45 ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഹോം വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവും. ഹോം വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഡംബിൾ യൂസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാം. ഡംബിൾ വർക്കൗട്ട് നമ്മളെ ചാനലിലുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിവിടെ വെക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജിമ്മിൽ പോകുമ്പോൾ
സിംഗിൾ പാർട്സിന് വർക്കൗട്ട് ചെയ്യാണ്ട് വെയിറ്റ് ലോസ് എന്നുള്ള പർപ്പസ് ആകുമ്പോൾ നിങ്ങളൊന്നുമില്ല ഈ പുഷ് പുൾ ലെഗ്സ് വർക്കൗട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അപ്പർ ബോഡി ലോവർ ബോഡി വർക്കൗട്ട് ചെയ്യുക. അവരോട് പറഞ്ഞാൽ മതി, അവിടുത്തെ കോച്ചുമാരോട് പറഞ്ഞാൽ മതി. ഒന്നുമില്ലെങ്കിൽ അപ്പർ ബോഡി ലോവർ ബോഡി വർക്കൗട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പുഷ് പുൾ ലെഗ്സ് വർക്കൗട്ട് ചെയ്യുക. ഇതാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ കാർഡിയോ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു 6 മണിയാകുമ്പോൾ നിങ്ങൾ മീൽ അവസാനിപ്പിക്കണം. അപ്പോൾ 6 മണിക്ക് നിങ്ങൾ കഴിക്കേണ്ടത് സെയിം ചിക്കനോ ഫിഷോ, ഒരു 100 ഗ്രാം ചിക്കനോ അല്ലെങ്കിൽ 100 ഗ്രാം ഫിഷോ. ഇപ്പോൾ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 ഗ്രാം 150 ഗ്രാം എടുക്കുക, ഒരു 150 ഗ്രാം ജെൻസിന് എടുക്കുക. ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 ഗ്രാം എടുക്കുക. ഓക്കെ, കുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് സലാഡൂടെ ആഡ് ചെയ്യണം. ബ്രൊക്കോളി, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ ടൊമാറ്റോ, ഒനിയന്. ഇനിയിപ്പോൾ എന്തെങ്കിലും PCOD ഇഷ്യൂസൊക്കെ ഉള്ളവരാണ് നിങ്ങൾ ചിക്കൻ അവോയ്ഡ് ചെയ്തിട്ട് ഫിഷ് കഴിക്കാം. ഇപ്പോൾ തൈറോയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ചിക്കനും ഫിഷും കഴിക്കാൻ കുഴപ്പമില്ല. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം ഏതാ നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് എന്താ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ചന അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ഗ്രാം, കിഡ്നി ബീൻസ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കുറച്ച് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സോയ ചങ്ക്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ മസ്റ്റായിട്ട് നിങ്ങൾ സലാഡ് മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം. അപ്പോൾ 6 മണിയോടുകൂടി നമ്മളെ മീൽ അവസാനിക്കും. അതിന് നിങ്ങൾക്ക് 10 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 15 ഡേയ്സിൽ നമുക്ക് 2 ആഴ്ച കൊണ്ട് 10 കിലോളം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, വർക്കൗട്ട് ഫോളോ ചെയ്യുക, ഈ ഒരു ടൈം പ്രകാരം നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുക. അതേപോലെ ഉറക്കം, നിങ്ങൾ മാക്സിമം ഉറങ്ങുക, 7 to 8 hours ഉറങ്ങുക. അതേപോലെ വെള്ളം, നിങ്ങൾ മിനിമം ഒരു 3 ലിറ്ററൊക്കെ വെള്ളം കുടിക്കുക. ഓക്കെ, അതുകൂടെ ശ്രദ്ധിക്കുക. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു 10 ദിവസം ചെയ്തു, 11ാമത്തെ ദിവസം നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും ചീറ്റ് മീൽ കഴിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 15 ഡേയ്സ് നിങ്ങൾ പക്കായിട്ട് ഫോളോ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് പക്കായിട്ട് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പം എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഈ ഒരു ന്യൂ ഇയറിൽ നിങ്ങൾക്ക്, ഈ ഒരു 2024 നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി.